നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത മുന്നറിയിപ്പുകളും സൈനിക സമ്മർദ്ദവും തുടരുന്നതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യത വീണ്ടും വർദ്ധിച്ച പശ്ചിമ മേഖലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ദേശീയ നേതൃത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവ വികാസം. അമേരിക്കൻ സൈനിക ആക്രമണമോ ലക്ഷ്യമിട്ട വധശ്രമമോ ഉണ്ടായാൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനം തകരാതെ നിലനിൽക്കണം എന്നതാണ് ഈ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായ അലി ലാരിജാനിക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും കൈമാറിയതായാണ് വിവരം. ഖമേനിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായ ലാരിജാനിയെ തയ്യാറെടുപ്പിക്കുകയാണ് ലക്ഷ്യം. ഇറാന്റെ സുരക്ഷാ വിദേശ നയ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള സ്ഥാപനമാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. ഈ സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ ലാരിജാനി ഇപ്പോൾ രാഷ്ട്രത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളിലൂടെ കേന്ദ്ര ബിന്ദുവിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഖമേനിയുടെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം ഇതിനു മുമ്പ് പാർലമെന്റ് സ്പീക്കറായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ആണവ ചർച്ചകളിൽ പ്രധാന ചർച്ചക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ ലാരിജാനി ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുമുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച ഇറാന്റെ അധികാര ഘടനയ്ക്കുള്ളിൽ വിശ്വാസ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. 2008 മുതൽ 2020 വരെ പാർലമെന്റ് സ്പീക്കറായിരുന്ന കാലയളവിൽ അദ്ദേഹം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഇറാന്റെ വിദേശ നയ രൂപീകരണത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് വർദ്ധിച്ചിരുന്നു. ചൈനയുമായി 25 വർഷത്തെ തന്ത്രപരമായ കരാർ ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്കും വഹിച്ചിരുന്നു. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ബാഗ്ദാദ്, ബെയ്റൂട്ട് തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതിലൂടെ മേഖലാതല രാഷ്ട്രീയത്തിലും ലാരിജാനിയുടെ സാന്നിധ്യം ശക്തമായി തന്നെ രേഖപ്പെടുത്തി. ചില ഘട്ടങ്ങളിൽ ലാരിജാനിയുടെ സ്വാധീനം ഇറാൻ പ്രസിഡന്റിന്റെ സ്വാധീനത്തെ പോലും മറികടന്നതായും വിലയിരുത്തപ്പെടുന്നു. ആഭ്യന്തര പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വിദേശ നയതന്ത്ര തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലും അദ്ദേഹം മേൽനോട്ടം വഹിച്ചിരുന്നു. സാധ്യതയുള്ള യുദ്ധ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്ത് ഇറാൻ ഭരണകൂടം ബഹുസ്തര നേതൃത്വ തുടർച്ചാ പദ്ധതി തയ്യാറാക്കിയതും ശ്രദ്ധേയമാണ്. ഓരോ പ്രധാന സൈനിക ഭരണ പദവികളും പകരക്കാരെ നിശ്ചയിക്കുകയും ആശയവിനിമയം തടസ്സപ്പെട്ടാൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട അനുഭവങ്ങളിൽ നിന്നുമുള്ള പാഠങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നില് എന്നാണ് വിലയിരുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിക്കുന്നതിനിടെ പശ്ചിമേഷ്യയിലെ US സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആണവ കരാർ പുരോഗതി ഉണ്ടാകാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് സാഹചര്യങ്ങൾ എത്തിയതോടെ കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ് രാഷ്ട്രീയ രംഗം. അതേസമയം ഇറാൻ യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്യത്തിനു മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക സേനാ യൂണിറ്റുകളും ബാസിജ് മിലീഷ്യ നഗരങ്ങളിൽ വിന്യസിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കി.